എന്തെങ്കിലും സംഭവിക്കാം? അത് കുഴപ്പമൊന്നുമില്ലടാ, അത് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വരും. അയ്യോ അമ്മേ ഇപ്പൊ വീണാണ്. എന്നാലും നന്നായിട്ട് ഒന്നുകൂടെ നോക്കിയാരേ. നീ പറഞ്ഞ സ്ഥിതിക്ക് നന്നായിട്ട് നോക്കിയേക്കാം. എന്നാലും പ്രശ്നം എന്തോ അത് പറ. എടാ അത് കൊച്ചുകളുടെ അടുത്തൊന്നും പറയാൻ പാടില്ല. ഓ അല്ലേലും ഇവിടെ എന്തൊക്കെ നല്ല കാര്യം ഞാൻ ചെയ്തതാന്ന് അത് ആരും പറഞ്ഞു തരൂല. എന്ത് നല്ല ദൈവമേ, സെന്റ് ഡയലോഗ്. അതെ മതി, ഇതൊക്കെ മതി കേട്ടോ ഈ പ്രായത്തില്. അയ്യോ പിന്നെ വേറെ കുഴപ്പമൊന്നുമല്ലോ. ഈ ഒരു തല ഇറക്കം അത്രേ ഉള്ളൂ, അതറിഞ്ഞാതെ നീ. ഹായ് അങ്കിൾ. സോറി. ചെവിക്കലടിച്ചിരിക്കുന്ന ഒന്നാം ഞാൻ നല്ല മുകളിലല്ല. അണ്ണാ എന്തായാലും കുഴപ്പം വല്ലതും ഉണ്ടോ? ഉള്ളപ്പോ അറിയിക്കാം. അങ്ങളെ പേടിക്കാനൊന്നുമില്ല. പേടിക്കണ്ടോടെ തലയിറങ്ങി ഇവിടെ കിടന്നാ പിന്നെ പേടിക്കൂല മനുഷ്യൻ. ഇത് പേടിക്കാനുള്ള തലയിറക്കം അല്ല, മറ്റേത് ചെറുക്കിരിക്കണം, അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചെറുക്കനെ ഇറക്കി വിട്. എന്റെ അടുത്ത് മാത്രം ഒന്നും പറയൂല. എന്തോ നീ പറയടി. എന്നെ വീട് ഞാൻ പൊക്കോളാം. എന്നെ വീട് അങ്ങളെ ഇതുണ്ടല്ലോ അപ്പച്ചിക്കേ ഗർഭം. പിന്നെ ഗർഭം സത്യം. പിന്നെ എന്തിനിപ്പം തലറങ്ങി വീണേ? അവള് വർക്കൗട്ട് ചെയ്തത്. ഓ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ശരീരമല്ലേ? ഇതിന് മുമ്പ് വീണല്ലോ. ഇതിന് മുമ്പ് വീണോ? ഓ തലറങ്ങി വീണോ? ഒരു റൂമിൽ കിടന്നപ്പോ തലയിറങ്ങി കിടന്നു. ഇത് അത് തന്നെ. അപ്പം ഗർഭമാണ്. എന്റെ പൊന്നങ്ങളെ ഞാൻ പറയുന്ന കേക്ക്. ഇത് അത് തന്നെ. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കിതൊക്കെ അറിയാം. മനസ്സല്ല, എന്നാലും കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ടതന്നെ ഓൺ ദ സ്പോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനത്തെ തലർക്കമാണ്. പിന്നെ എനിക്കറിയാം. അങ്ങള് ഒന്നൊന്ന് ചിന്തിച്ചു നോക്കും. അത് തന്നെ 2 വർഷം തലറങ്ങി വീണെങ്കിൽ അത് തന്നെ. അങ്ങള് ഞാൻ പറഞ്ഞത് സംഭവം. അയ്യോ നമ്മള് കോളടിച്ചു. അപ്പച്ചിയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞ ആശുപത്രി പോയി. അപ്പൊ നീക്ക് 2 പറഞ്ഞ വേണ്ടത്. അല്ല എനിക്ക് ആ ഒരു ചെറിയ സംശയം ഉണ്ടായില്ലേ, അതാണ്. ആശുപത്രി പോണോ? പോയാലോ? ടെസ്റ്റ് ചെയ്യാൻ പോണം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോണം ടെസ്റ്റ് ചെയ്യാൻ. എന്നാ പിന്നെ പോവാം. നോക്കടി പിങ്കി, എന്റെ വാട്സപ്പിൽ ആകെ കൺഗ്രാജുലേഷൻ കഴിച്ചു. 1 2 ഇഷ്ടം പോലെ. വാട്സാപ്പിൽ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. എനിക്കറിഞ്ഞൂല അച്ഛനാവാൻ പോണേ. ടെസ്റ്റ് പോലും ചെയ്തില്ല. അതിനിടയ്ക്ക് ഇതൊക്കെ ആര് ചെന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണേ? ഞാനല്ലടി. പിന്നെ നിങ്ങൾ എന്തോന്ന് റിപ്ലൈ കൊടുക്കണം എല്ലാവർക്കും? താങ്ക് യു. ഞാൻ എന്ത് അടുത്ത് നോക്കി. ശരി. ഇതിപ്പോ നിങ്ങൾ എന്ന് പറഞ്ഞത് ഡാഡി വിളിക്കുന്നു. ഉണ്ണിപ്പിള്ള ഡാഡ്. കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഹലോ, എന്തോന്ന്? അച്ഛ അങ്ങനെയല്ല. സന്തോഷമായെന്നാ ഒരു തലയിറങ്ങി വീണാനാ? തലയിറങ്ങി വീണാ സന്തോഷമായെന്ന് പറയൂ? കൊള്ളാം. കണ്ടല്ലേ, ഇതാണ് നിന്റെ അടുത്തുള്ള സ്നേഹം. അവള് തലയിറങ്ങി വീണല്ല, ഛർദിച്ചല്ല, അപ്പൊ സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. എന്റെ പൊന്നങ്ങളെ അതുകൊണ്ടൊന്നല്ല. ഇത്ര വൈരാഗ്യമാണ് അങ്ങനെ നിന്റെ അടുത്ത്. മനസ്സിലാക്കിയാൽ നിനക്കുള്ള. അത് അങ്ങനെയൊന്നല്ല. അത് അപ്പച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പു സന്തോഷമായെന്നുള്ള രീതിയിൽ സംസാരിച്ചാണ്. അത് നീ എത്ര പ്രാവശ്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പോണേ ഉള്ളൂ എന്ന് പറയാന്ന്? അത് മാത്രം പറഞ്ഞില്ലല്ലോ. പറയാതെ തന്നെ ഇത്ര കൺഫേം ആക്കി അവിടെ. നിങ്ങൾ തന്നെ ഇതൊക്കെ എല്ലായിടത്തും അറിയിച്ചത്. ഉള്ള കാര്യം പറ. നിങ്ങൾക്കാണ് ആ സ്വഭാവം. അച്ഛൻ സന്തോഷമായിരുന്നു.
എന്റെ അടുത്ത് കണ്ട ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യണില്ല. എന്തോന്ന് ക്വസ്റ്റ്യൻ അടി നിനക്ക് ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചത് നിങ്ങൾ എന്നെ കൊണ്ട് എല്ലായിടത്തും പോയി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ടെസ്റ്റ് പോലും ചെയ്തില്ല അതിനിടയ്ക്ക്. നീ കേട്ടു ആര് എന്താ അപ്പച്ചി അപ്പച്ചി ഇത് കണ്ണുപൊട്ടി. അപ്പച്ചി എന്നാന്ന് പറയാൻ സമ്മതിര അപ്പച്ചി? ഈ മിണ്ടായിരിക്കാൻ ഞാൻ എന്ത് ചെയ്തെന്ന്? അതങ്ങനെ അല്ലെന്ന്. അവക്ക് തലയിറങ്ങ. അയ്യേ എന്തിനാ എന്റെ അമ്മയ്ക്ക് ഇത്ര വൃത്തിയുടെ സ്വഭാവം? ഇപ്പൊ എന്റെ അമ്മ ഇത്ര നാളെ എന്റെ അപ്പച്ചി എന്ന് പറഞ്ഞോണ്ടായിരുന്നു. ഒരു അക്ഷരം ഇങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല. കുറെ എന്നെ പറഞ്ഞിട്ട് എന്റെ പിണങ്ങി അങ്ങ് പോയി. ഞാൻ ഇത്രയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവരൊക്കെ തലവേദന ആയല്ലോ. ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. അണ്ണാ കൺഗ്രാറ്റുലേഷൻസ്. നീ എത്രയും വലിയ വാക്കൊക്കെ പറയണത്, ഇപ്പൊ എന്തുണ്ടായി ഇവിടെ? അല്ല ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഗർഭിണിയായവർക്കൊക്കെ ഈ മസാല ദോശയും പച്ച മാങ്ങയൊക്കെ ഇഷ്ടമാണെന്ന്. ഇന്ന് എന്റെ ദൈവമേ, ചെറുക്കൻ നല്ല മനസ്സോടെ വാങ്ങിക്കൊണ്ട് നിന്റെ അടുത്ത് ആരുടെ ഇതൊക്കെ പറഞ്ഞത്? ഏതാ എന്തുവാടാ ഇതൊക്കെ? കുട്ടാ എനിക്കിതാ പറ കോള് വരണം. ശങ്കര ഒരു കാര്യം പറഞ്ഞ നിനക്കൊന്നും തോന്നല്ലേ? കുട്ടാടാ നീ ഇതൊക്കെ എങ്ങടാ അറിഞ്ഞത്? നീ എന്നല്ലേ എല്ലായിടത്തും പോയി പറഞ്ഞത്? അവ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോ ചേട്ടൻ എന്തിനാ സ്നേഹം വന്ന് ചക്കര ഞാൻ ഇത് കഴിച്ചില്ലെന്ന് പറഞ്ഞ് നീ ഒന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് പല്ലിൽ പുളിപ്പുള്ളതുകൊണ്ട് എനിക്ക് മാങ്ങ കഴിക്കാൻ പറ്റില്ല. എനിക്ക് വയറിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മസാല ദോശയും കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് വേണമെങ്കിൽ നീ കൊടുക്കട്ടെ. അതോ നീ കഴിക്കുന്നു? നീ ഇരിക്കുമ്പോ ഈ ആഹാരം വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആഹാരം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഞാൻ പറയണേ, ഈ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം നടന്നാ, അല്ല പ്രത്യേകിച്ച് ചിന്നി ചേച്ചിക്ക് എന്തെങ്കിലും നല്ല കാര്യം നടന്നാ നാട്ടുകാരെ 10 പേരടുത്ത് അറിയിക്കണ്ടേ? കൊള്ളാം, ഇങ്ങനെ ഇരിക്കും. നീ അപ്പൊ ഉറപ്പിച്ചപ്പോ നീ ഉറപ്പിച്ച ഇല്ലേ? നിനക്ക് സംശയം ഉണ്ടല്ലോ. ഈ സംശയത്തിലാണ് നമ്മളെല്ലാരും ഇവിടെ നിൽക്കണത്. നീ മാങ്ങ കഴിക്കണൊക്കെ അത് കഴുകിയിട്ട് കഴിക്കും. അല്ല പുഴുവെല്ലാം ഉണ്ടെങ്കിൽ ചേച്ചി രണ്ടാവില് ഇവിടെ നിൽക്കും. അണ്ടാവ് അത് എന്താണെന്ന് നീ ഊഹിച്ചെടുത്താ? ഇതില് മസാല ദോശ അതോന്നാണ് വട എനിക്ക് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നാണ്. ഞാൻ നിനക്ക് ദാനം തന്നാണ്. അതിൽ നിന്ന് ഒരു വട കൊടുക്കാൻ നീ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യം. ആദ്യം പുറത്ത് പോയപ്പോ ഒരുമിച്ച് പിന്നെ ഒരുമിക്കാതെ തരാം. അയ്യോ ചേട്ടാ, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ മതി, റെഡി ആവണ്ടേ? ടെസ്റ്റ് ചെയ്യാൻ പോവാൻ. ഓ വേണ്ട, എണീറ്റ് വട ഉണ്ടെങ്കിൽ തന്നാ പോരെ? ഇല്ല, എന്നാ കുറച്ച് പകുതി മസാല നിങ്ങളെ ഭർത്താവിന് കൊടുക്കുന്നത്. എടുക്ക്, വാ ഇറങ്ങ്. നിങ്ങള് വരണ കിട്ടിയല്ല കിട്ടിയല്ല, നിന്നെ വേണം ആദ്യം. എന്തോന്നു ഒന്നും പറയണില്ല. ഞാൻ കൊണ്ടുപോയി തിന്നോട്ട്. പറ എന്ത്? ഞാൻ പോണം. നീ പോണം.